ഹായ് ഗൈസ്, എൻ്റെ പേര് സന്ധ്യ. ഇന്ന് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ വലുതായിട്ടൊന്നും തരാനൊന്നുമില്ല. എൻ്റെ പേര് സന്ധ്യ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. ദെൻ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലാണ്. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ 3 കമ്പനിയായിട്ട് സ്വിച്ച് ചെയ്തു. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ മാരീഡാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറ്റ്സ് ബീൻ ലെസ് ദാൻ എ ഇയർ. ഇതാണ് എൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. സോ ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ ഞാനിത് ഒതുക്കുന്നില്ല വീഡിയോ, കാരണം വലുതായിട്ടൊന്നും പറയാനില്ല. സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. സോ ഞാൻ യൂഷ്വലി ഇങ്ങനെ യൂട്യൂബ് ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എൻ്റെ ഫേവററ്റ് സെലിബ്രിറ്റീസിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഹാളാണ് നൈക്ക ഹാൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ ഞാനത് ആരിട്ടാലും ശരി, ഞാൻ വെറുതെ അങ്ങോട്ട് ഇരുന്ന് കാണും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഷോപ്പ് ഹോളിലേക്ക് ആയത് പിന്നെ അത് കണ്ടിട്ടാണ്. നൈക്ക ഹാൾ കണ്ട് പിന്നെ അവർ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ ഭയങ്കര ഷോപ്പ് ഹോളിലേക്ക് പോയി. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഞാൻ നൈക്കയിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക, കുറച്ച് നാളുകൾ ആയിട്ട് ഞാൻ ഇതൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു നൈക്കയുടെ അൺബോക്സിങ് വീഡിയോയും പിന്നെ ആ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരിക്കട്ടെ എൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ. പിന്നെ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്കമിങ് വീഡിയോസിൽ നമുക്ക് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം. സോ ഞാൻ ഇതാ നൈക്കയുടെ ഒരു ചെറിയ ബോക്സ് ഇങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഐ തിങ്ക് ഒരു ഫെമിനൈൻ ഓർജ് ആയിരിക്കുമല്ലേ ഈ ബോക്സൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ. എനിക്കിത് കുറേ നേരം ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴാണ് തുറക്കുക എങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നോക്കാം. ഇവരുടെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ നൈക്കയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ ഇറ്റ് ഫസ്റ്റ്. സോ ഇതാ ഇത് ഓപ്പൺ ചെയ്യണം ഗൈസ്. ബോക്സ് ഇങ്ങനെ കുറേ പ്രാവശ്യം കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് പിന്നെ അതെന്താണെന്ന് അറിയില്ല, എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വിടും. ഈ പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ആക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ പറയില്ലേ, അതുപോലെ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ഡസ്റ്റ്ബിനിലിട്ട് കളഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു 2 വർഷമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ചമ്മൽ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുക, പിന്നെ അവർ കാണുക. അപ്പോൾ അതിൻ്റേതായ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കണമല്ലോ അല്ലേ. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർത്തേക്കണം. അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും ഗൈസ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് കാണിക്കാം. ഞാൻ തന്നെ മറന്നുപോയി എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. സോ ഇതെൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചൊരു 4-5 മാസമായി. കാരണം ഞാനിത് ഓരോ വർഷം മിക്സ്ഡ് റിവ്യൂസാണ് എനിക്ക് കിട്ടാറ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച്. ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ ഒരു ഷവർ ജെല്ലാണ്. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിൽ കൂടിയാണ്. കാരണം നമ്മുടെ ഷവർ ജെല്ലിന് ഇത്രയൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷവർ ജെൽ വാങ്ങിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ജാപ്പനീസ് ചെറി ബ്ലോസം അലോവേര പ്ലസ് വിറ്റമിൻ ഇ ഷവർ ജെൽ ആണ്, ഫ്രം ബാത്ത് ആൻഡ് ബോഡി വർക്സ്, ആൻഡ് ഇറ്റ് കോസ്റ്റ് 1899. I don't know how much I paid for it because I ordered multiple products. Let me check that out. ഞാൻ പേ ചെയ്തത് എത്രയായിരുന്നു, ബില്ല് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഐ പെയ്ഡ് അറൗണ്ട് 1199 ആണ് ഞാൻ പേ ചെയ്തിട്ടുള്ളത്. വലിയ ഡിസ്കൗണ്ട് ഒന്നുമില്ല, ബട്ട് അത്രയാണ് ഞാൻ പേ ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. എനിക്കറിയില്ല ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാവുന്നത്, കാരണം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കുറേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ യൂട്യൂബ് വ്ളോഗ്സ് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഇങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ എടുത്ത് കാട്ടിലിടും. എന്നിട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ കാട്ടുന്ന അങ്ങനെ ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ വേണ്ട, ഇത് ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം പിന്നെ എന്തിനാ വെറുതെ പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും വാങ്ങിച്ചേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സാലറി കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്. ബട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് സ്മെൽസ് ആസ് വെൽ. സോ ലെറ്റ് മീ ഓപ്പൺ ഇറ്റ്. വൺ മൊമെൻറ്റ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അടിപൊളി ഗുണം, നല്ല ഗുണം.
എനിക്കിങ്ങനത്തെ ഫ്രേഗ്രൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൈൽഡായിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്, വലിയ അടിക്കുന്ന പോലത്തെ ഫ്രേഗ്രൻസ് എനിക്കിഷ്ടമല്ല. സോ ഇൻ ഫ്രേഗ്രൻസ് വൈസ് ദിസ് ഇസ് ഓക്കെ ഫോർ മീ. എന്നാലും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും പറയും, ഞാൻ എടുത്ത് തരാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ബോക്സിൽ നിന്ന്. സോ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യാനാണ്. ഇവരുടെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൈക്കയുടെ ബോക്സ് തന്നെ വീട്ടിൽ കുറേ വെക്കാനുണ്ടാവും. അത്ര ബോക്സസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ എടുത്തിട്ട് എല്ലാ ദിവസവും കാണും ഇപ്പം വട്ടാണെന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് ദ ബോഡി ഷോപ്പിൽ നിന്ന് ഒരു ഷാമ്പൂ വാങ്ങിച്ചതാണ്. ബനാന ഫോർ ഡ്രൈ ഹെയർ പ്രോൺ ടു ഫ്രിസ് ട്രൂലി നറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു റാൻഡം പർച്ചേസാണ്. ഷാമ്പൂ ബോട്ടിൽ തീർന്നു പോയപ്പോൾ ഞാൻ ഷാമ്പൂ വാങ്ങിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കണ്ടുപോയി. പിന്നെ ഇത് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞു നല്ല പ്രോഡക്റ്റാണ്, നല്ല നറിഷിംഗ് ആണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അത്യാവശ്യത്തിന് കുറച്ച് ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ ഐ തോട്ട് ലെറ്റ് മീ ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ക്വൈറ്റ് ഓൺ എ എക്സ്പെൻസീവ് സൈഡ്. It costs around $9.45. I don't know for how many of you guys this is expensive, but for me this is expensive actually. $9.45, close to 1,000 rupees ആണ്. ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. This is $633. Not a huge price. Yeah, it's like after discount it is $543. This is better guys. 543 ഒക്കെ നല്ലൊരു ഇതാണ്. ഇവിടെ എഴുതിയിട്ടുള്ളത് MRP $9.45 ആണ്. And this is also my first time. I don't know how it smells. ഒരു ബനാനയുടെ മണം. ബനാന എന്ന് പറയുമ്പോൾ ബനാന തന്നെ, അതിൻ്റെ ഒരു മണം. എങ്ങനെ തിന്നാണോ എന്നറിയില്ല ഫോർമുലയൊക്കെ. യൂസ് ചെയ്തിട്ട് ഞാൻ എഗെയിൻ ഇതിൻ്റെ ഒരു റിവ്യൂസ് ഇടാം. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ബോട്ടിൽ ഭയങ്കര കൂളായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവം വാങ്ങിച്ച പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെ ആയിരിക്കും അല്ലേ. സോ യാ, ദ സെക്കൻഡ് പ്രോഡക്റ്റ് ഈസ് ഫ്രം ബോഡി ഷോപ്പ് ഷാംപൂ. And the next product is, there are multiple products. Next product is from Love Beauty and Planet, argan oil and lavender. ഒരു സ്പാ ആണ് വാങ്ങിച്ചിട്ടുള്ളത്, ഹെയർ സ്പാ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നറിഷിങ് സ്മൂത്തേഴ്സ് ഫോർ ഫ്രിസി ഡ്രൈ ഹെയർ ആൻഡ് ആക്സെപ്റ്റ് ഫോർ പ്ലാനറ്റ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഈ ലവ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെ മുമ്പിൽ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. ഇങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞാനൊരു ഓയിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പ്രിറ്റി ഡീസൻറ്റ് ഓയിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൻ്റെ മണവും നല്ലൊരു മണമായിരുന്നു. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഓയിലിൻ്റെ പ്രൈസ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഐ കീപ് ചേഞ്ചിങ് ദിസ് പ്രോഡക്ട്സ്. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ പ്രൈസ് അത്ര ഓർമ്മയില്ല. സോ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഇത് സെക്കൻഡ് പ്രോഡക്റ്റാണ്. ആൻഡ് സ്പാ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതുവരെയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ഐ തിങ്ക് വേറെ ഏതോ പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ മറന്നു ഞാൻ. സോ അത് തീർന്നപ്പോൾ ഞാനിത് വേറെ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണിത്. ആൻഡ് കോസ്റ്റ് ഇസ് ലൈക്ക് 600 rupees. ഇതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എഗെയിൻ സോ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് ഞാൻ പേ ചെയ്ത് 463. യാ. ആൻഡ് ഇതിൻ്റെ ml എത്രയാണെന്ന് എവിടെയാണോ അത് എവിടെ എഴുതിയിട്ടുള്ളത് എനിക്ക് 200 ml. 200 ml ഇത്ര പ്രൈസ്. ഇറ്റ്സ് നൈസ്. മണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, ഒരു മിനിറ്റ്. എൻ്റെ അമ്മേ, നല്ല മണം, അടിപൊളി മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു കഞ്ഞിവെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ച് കട്ട പിടിച്ചൊക്കെ ഉണ്ടാവും, അതുപോലുള്ള ഒരു ഇതാണ്. പക്ഷേ നല്ല മണം ഉണ്ടോ, നല്ല മണം. ഇവരുടെ എണ്ണയ്ക്ക് നല്ല മണം ഉണ്ടായിരുന്നു മുമ്പ് ഉപയോഗിച്ച എണ്ണയ്ക്ക്. സോ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെയും റിവ്യൂ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് എ ബേസിക് തിങ്. ഒരു നെയിൽ കട്ടർ കാണാണ്ടായി. എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു നെയിൽ കട്ടർ ഉണ്ടാവും. അത് കാണാണ്ടായപ്പോൾ ഞാൻ ഒരു നെയിൽ കട്ടർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പിന്നെ ഫേഷ്യൽ റേസേഴ്സ്. റീസെൻ്റായിട്ടാണ് ഞാൻ ഫേഷ്യൽ റേസേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം എപ്പോഴും നമുക്ക് പാർലറിൽ പോകാനുള്ളൊരു ഇതുണ്ടാവില്ല, എപ്പോഴും പറ്റാറില്ല. ഞാൻ ഭയങ്കര മടിയായിട്ടുള്ളതുകൊണ്ട് മടിച്ചാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ എണീറ്റ് പാർലറിലേക്ക് പോകാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. മിക്കവാറും ഞാൻ അവരെ വീട്ടിലേക്കാണ് വിളിക്കുക. പക്ഷേ കല്യാണം കഴിഞ്ഞ് വീട് ഷിഫ്റ്റായപ്പോൾ പിന്നെ ഞാൻ അതും നിർത്തി. ഭയങ്കര മടിയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ കുറേ പേര് യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ ഇത് മനസ്സിലായത് എനിക്ക് ഫേഷ്യൽ റേസേഴ്സിൻ്റെ ഒരു ഉപയോഗം. ജസ്റ്റ് ഒന്ന് റേസർ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിനും അതിൻ്റേതായ എഫക്റ്റ് അത് കഴിഞ്ഞിട്ടാണ്
ആണ് ഉണ്ടാവാറെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അന്ന് മുതൽ ഞാൻ ഇതിപ്പോൾ ഒരു 3 times ആയിട്ട് ഞാൻ ഫേഷ്യൽ റേസർ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് പ്രിറ്റി ഡീസൻറ്റ് റിവ്യൂ അബൌട്ട് ദിസ്. ആൻഡ് ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം യൂസിങ് ഫ്രം ദി ബ്രാൻഡ് സിറോണ. ഞാൻ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. സിറോണ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് വേഗയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു പുതിയതൊന്ന് വാങ്ങിക്കാം. ആൻഡ് ഇതിന് വലിയ വിലയൊന്നുമില്ല, 275 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി ഒന്ന് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഫേഷ്യൽ റേസർ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും, പ്ലീസ് യൂസ് ഇറ്റ്. നിങ്ങൾ ഡെയിലി മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ശരി, ഒക്കേഷണലി ചെയ്യുകയാണെങ്കിലും ശരി, ദിസ് വുഡ് ഗിവ് യു എ ഡിഫറെൻറ്റ് ലുക്ക്. ബേസിക്കലി ആഫ്റ്റർ യൂസിങ് ദിസ് യുവർ ഫേസ് എൻറ്റയർലി ചേഞ്ചസ്. യാ, ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് ഫ്രം സിറോണ ഫേഷ്യൽ റേസർ. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ദ ലാസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദിസ് ഇസ് ഫേസസ് കാനഡ. അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഫേസസ് കാനഡ ബ്രാൻഡ് ഉപയോഗിക്കുന്നത്. ഇത് കാജലാണ്. യൂഷ്വലി ഞാൻ കളർ ബാറും മെബിലിൻ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെയാണ് വാങ്ങിക്കുക. ഫേസസ് കാനഡ എപ്പോഴും ഞാൻ കാണാറുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്. ഞാൻ ഒരു പ്രോഡക്റ്റും ഇവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ചതാണ്. ഇറ്റ് ഇസ് ഫോർ എ കോംബോ പ്രൈസ് 330. 2 എണ്ണം ഉണ്ട് ഇതിൽ. ഇതിന് മുമ്പ് ഉപയോഗിച്ചത് ഹെൽത്ത് ആൻഡ് ഗ്ലോയിലെ ഒരു കാജലായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു പുതിയ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ബ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ബ്രാൻഡിലത്തെ കുറേ സംഭവങ്ങൾ ഞാൻ വീണ്ടും വാങ്ങിക്കുന്നതായിരിക്കും. എനിക്കറിയില്ല ഇത് എത്ര സ്മഡ്ജാണോ, സ്മഡ്ജ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഡീപ് ബ്ലാക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനിത് പറയാം എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന്. യാ, അങ്ങനെ ഞാൻ എൻ്റെ ബോക്സ് എംപ്റ്റി ചെയ്തു. ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി വരാനുണ്ട്. ഞാനിതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വേറെ സംഭവങ്ങൾ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വരും. പക്ഷേ എനിക്ക് ഇത് നീട്ടി വെക്കാനുള്ള പേഷ്യൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സ്റ്റഫ്സൊക്കെ കാണിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല, അതുകൊണ്ട് ഞാൻ കണ്ടില്ല, ഞാൻ കാണില്ല പറഞ്ഞിട്ട് ഒതുക്കരുത്. നമ്മളെപ്പോലുള്ളവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരാഗ്രഹം കൊണ്ട് സ്റ്റാർട്ട് ചെയ്താണ്. കൂടുതലും ഞാൻ ഇതിൽ എൻഗേജിങ് ആയിട്ട് ഇരിക്കാൻ ട്രൈ ചെയ്യാം. കോണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ട്രാവൽ വ്ളോഗ്സ് ഉണ്ടാവും, ഫുഡ് വ്ളോഗ്സ് ഉണ്ടാവും, കുക്കിംഗ് വ്ളോഗ്സ് ഉണ്ടാവും, ബ്യൂട്ടി വ്ളോഗ്സ് ഉണ്ടാവും, അങ്ങനെ ഡ്രസ്സിൻ്റെയും ഇങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ജനറിക് വീഡിയോ തന്നെ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ഇതിലേക്ക് ഞാൻ നിൽക്കുന്നില്ല. ഇപ്പോഴേക്കും അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കോമെൻറ്റ് ചെയ്യണം. ഇത് നന്നായിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് സന്ധ്യ. ബൈ.